വിശുദ്ധ റമദാൻ മാസത്തിന് പരിസമാപ്തി കുറിക്കുന്നതിന്റെ ഭാഗമായി ശവാൽ മാസപ്പറ നിരീക്ഷിക്കാൻ UAE ചന്ദ്രകല നിരീക്ഷണ സമിതിയുടെ യോഗം ഇന്ന് വൈകിട്ടാണ് ചേരുന്നത്. അബുദാബിയിലാണ് യോഗം ചേരുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ടോ ബൈനോക്കുലർ കൊണ്ടോ ചന്ദ്രപ്പിറവി ദൃശ്യമായാൽ അധികൃതരെ അറിയിക്കണം എന്നുള്ള ഒരു ആഹ്വാനം വിശ്വാസ സമൂഹത്തോടും നൽകിയിട്ടുണ്ട്. സൗദി സുപ്രീം കോടതിയും രാജ്യത്തെ വിശ്വാസികളോട് ചന്ദ്രപ്പിറവി നിരീക്ഷിക്കാനുള്ള ആഹ്വാനം ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇന്നാണ് ചന്ദ്രപ്പിറവി നിരീക്ഷണ സമിതിയുടെ യോഗം സൗദി അറേബ്യയിലും ചേരുന്നത്. ഇന്ന് ചന്ദ്രപ്പിറ കണ്ടാൽ മാർച്ച് 19 നാളെ പെരുന്നാളിന്റെ ആദ്യ ദിനമായിരിക്കും. ഇന്ന് ചന്ദ്രപ്പിറവി കണ്ടില്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി മാർച്ച് 20 വെള്ളിയാഴ്ചയായിരിക്കും പെരുന്നാളിന്റെ ആദ്യ ദിനം കടന്നു വരിക. സുരക്ഷാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സാഹചര്യങ്ങളുമാണ് UAE അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പെരുന്നാളിനും ആഘോഷങ്ങളിലും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പൊതുവെ ഓർമ്മപ്പെടുത്താനുള്ളത്. UAE പെരുന്നാളിനോടനുബന്ധിച്ച നമസ്കാരങ്ങളും കാര്യങ്ങളും പള്ളികൾക്കുള്ളിൽ തന്നെയാകാനുള്ള നിഷ്കർഷ പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പള്ളികൾക്ക് പുറത്തേക്ക് തുറസായ സ്ഥലങ്ങളിൽ പെരുന്നാൾ നമസ്കാരം അടക്കം നിർവഹിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ്, എൻഡോമെന്റ്സ് ആൻഡ് സക്കാത്ത് അറിയിച്ചിരിക്കുന്നത്. ദുബായ് ഇസ്ലാമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ചാരിറ്റബിൾ വർക്കും അതുപോലെ തന്നെ ഷാർജയിലെ ഇസ്ലാമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഈ തീരുമാനത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളാണ്, വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട സാഹചര്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെയുള്ളത്. വിശ്വാസി സമൂഹവും അതിനോട് ചേർന്ന് തന്നെ നിൽക്കണം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പെരുന്നാൾ ആഘോഷങ്ങളിലേക്കും നമസ്കാരങ്ങളിലേക്കും ഒക്കെ പോകണം എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്.